എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. സത്യം പറഞ്ഞ ഷോസും ഇങ്ങനെ ടെലിവിഷനിലൊക്കെ കൂടുതലായിട്ട് ചാനലിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് എന്നെ ഇവിടെ മാത്രമാണോ എനിക്ക് കാണാൻ പറ്റുന്നത്, എനിക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമത്തിലും, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഗ് സ്ക്രീനിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള സമയത്താണ് സൈൻ ചേട്ടൻ എന്നെ ഈ ഒരു ക്യാരക്ടറിന് വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് മൂവി കണ്ടത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്യാരക്ടറിന് ഇത്രയും ഇമ്പോർട്ടൻസ്, ഞാൻ മുഴുവൻ സിനിമയുടെ ഒരു ഫ്ലോ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ സിനിമ കണ്ടപ്പോഴാണ് ക്യാരക്ടറിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കുറച്ചൊക്കെ അറിയെങ്കിലും ഇത്രത്തോളം ഉണ്ടാവുമെന്ന് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ കൊച്ചു സിനിമയാണ്, പക്ഷെ ഒരുപാട് ആളുകൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സിനിമയാണ്. ഫെസ്റ്റിവൽസിലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള അപ്രിസിയേഷൻ മാത്രമല്ല സിനിമയ്ക്ക്, ആളുകൾ കാണണം, എൻഗേജഡായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ മാക്സിമം പടം ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾക്കറിയുന്നവരോടൊക്കെ പറയുക, എല്ലാവരും ബിഗ് സ്ക്രീൻ കാണട്ടെ. ഞങ്ങളെ ഇതേപോലെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഇനിയും അവസരങ്ങളും സിനിമകളും നല്ല ഇതൊക്കെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. എനിക്ക് കറക്റ്റായിട്ട് ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇവിടെ ഈ ഒരു ഷോയ്ക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇവർ പറയും. അപ്പോൾ താങ്ക് യു. സജിൻ ബാബു ഞാൻ തമ്മിലിരിക്കുന്ന ഒരു 10-20 വർഷം മുമ്പുള്ള ബന്ധമാണ്. നമ്മൾ ആദ്യമായിട്ട് മിമിക്രിയിലാണ് തുടങ്ങുന്നത്. ഞാനും നോബിയും സജിൻ ബാബുവും കൂടെ ട്രിവാൻഡ്രത്ത് വന്ന് ചാടുന്നു. ആ ഒരു യാത്രയിൽ ഞാനും നോബിയും മിമിക്രി ട്രൂപ്പും പരിപാടികളൊക്കെ ആയിട്ട് പോയി. സജിനെ എവിടെയൊക്കെയോ മിസ്സായി. പിന്നെ ഞാൻ സജിനെ കാണുന്നത് അയാൾ ശശി എന്ന സിനിമയുടെ പ്രൊമോഷന് ശ്രീനിചേട്ടനുമായിട്ട് ഫ്ലവേഴ്സിൽ വരുമ്പോഴാണ്. കയ്യിലൊരു ഇംഗ്ലീഷ് പുസ്തകമായിട്ട് നിൽക്കുന്നത് സജിൻ. ഞാൻ ജസ്റ്റ് സജിനെ നോക്കി. കാരണം തിരുവനന്തപുരത്തുള്ള സകല ആൾത്തോടത്തിൽ നിന്ന് നമ്മൾ വിളിക്കാത്ത കല്യാണത്തിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. കാരണം അന്ന് പൈസ ഇല്ല. ആ സജിൻ ബാബു ശ്രീനിചേട്ടനായിട്ട് ഒരു ഇംഗ്ലീഷ് പുസ്തകമായിട്ട് നിൽക്കുന്നു. ഞാൻ അറിയാം അന്ന് വർഷങ്ങൾക്ക് ശേഷം സജിനെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കാരണമല്ല, സജിൻ എന്ന് പറയുന്ന അന്ന് തൊട്ടേ സജിന് സിനിമ എന്ന് ഭയങ്കര പാഷനാണ്. ഞങ്ങളുടെ വഴിതെറ്റി മിമിക്രി ഡാൻസ് വഴിയൊക്കെ വന്ന അവസാനം അവ എത്തേണ്ടടുത്ത് തന്നെ എത്തി. അതിൽ ഡിയർ ഒരുപാട് സന്തോഷം. ഓക്കെ, എന്തായാലും ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ആ കളവെഴുത്തും പാട്ടും മേക്ക് ചെയ്ത ആ ഒരു ശൈലി. ഞാൻ ആ സമയത്ത് 4 നോക്കി. കാരണം എനിക്ക് ചെറിയൊരു പിറം വരുത്തുന്നു. അതായത് നമുക്കത് കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കളറും ആ ഒരു ടോണും എല്ലാം കൂടെ. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷമാണ്. ഞാനും ഒറ്റ ദിവസം വന്ന് അഭിനയിച്ചാണ്. എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ആ കാവിലെ സീനാണ് ആദ്യം ചെയ്യുന്നത്. രാത്രി കഥ പറഞ്ഞില്ല, ഒന്നും പറയാൻ. നടന്നു വരുമ്പോഴത്തേക്ക് നീ വരുന്നു, ഇത് ചെയ്യുന്നു, പോകുന്നു. പിന്നെ ആ ബൈറ്റിലെടുക്കുന്ന സീക്വൻസ്. പക്ഷെ അത് വന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. 2 ദിവസമോ 1.5 ദിവസമാണ് അഭിനയിച്ചത്. സജിൻ്റെ പടമാണ്, ഒന്നും നോക്കിയില്ല, നേരെ വർക്കല പോയി അഭിനയിച്ചു വന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു ത്രൂഔട്ട് സിനിമയിൽ അഭിനയിച്ച ഒരു ഫീൽ. പിന്നെ സിനിമയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മുടെ സിനിമയാണ് ഇത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡയലോഗ് അമ്മ മകളോട് പറയും, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാമല്ലോ. അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അഖിലിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു. അതിനകത്ത് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് പിന്നെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഒന്നിൻ്റെയും പക്ഷം പിടിച്ചില്ല, ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു റൂം ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് യു. ലവ് യു ബ്രദർ. നന്നായി വരട്ടെ. ഒരു PVP ആയിട്ട് മാറട്ടെ, പണം വാരി പടം ആയിട്ട് മാറട്ടെ. ഒരുപാട് സിനിമകളുടെ പാർട്ടായിട്ട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. ഹമാമിൻ്റെ അമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നന്ദി, ഇവിടെ വന്നതിന് നന്ദി. താങ്ക് യു സജിൻ ഫോർ കാസ്റ്റിംഗ് മീ ഇൻ ദിസ് ഫിലിം, ആൻഡ് താങ്ക് യു പ്രൊഡ്യൂസേഴ്സ് ഫോർ മേക്കിംഗ് ദിസ് ബ്യൂട്ടിഫുൾ ഫിലിം. ഞാൻ മലയാളിയാണ്, പക്ഷേ ജനിച്ച് വളർന്നതൊക്കെ മദ്രാസിൽ. അപ്പോൾ കുറച്ച് എൻ്റെ മലയാളത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. സോ സോറി ഫോർ ദാറ്റ്. താങ്ക് യു. കുറേ കൊല്ലം മുമ്പ് നിറഞ്ഞ മൊഴിയും തളർന്ന മൊഴിയും എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് വീഡിയോയിൽ ഞാൻ ഉണ്ടായിരുന്നു. I don't know if many of you might, because കുറേ ആൾക്കാർ പുറത്ത് ചോദിച്ചു.
പിന്നെ കബിനി എന്ന് പറഞ്ഞ ഒരു ഫിലിം വിത്ത് മാള അരവിന്ദൻ ലോങ് ബാക്ക്. പിന്നെ ഞാൻ ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വരണമെന്ന് വിചാരിക്കുന്ന സമയത്തിലാണ് ഐ മെറ്റ് സജിൻ അറ്റ് ദ ഗോവ ഫിലിം ഫെസ്റ്റിവൽ. ആൻഡ് അവിടുന്ന് our friendship and journey started, and yeah, now I'm here. So thank you so much again, Sajin, and thank you for making a film with substance, with a female protagonist. ഇതിനെ കുറച്ച് ഗട്ട്സ് വേണം for you as a director and for them as producers, and thank you. Good. അരുൺ സോളാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഞങ്ങൾ ഫാലിനയുടെ സെറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അരുൺ സോളിൻ്റെ അച്ഛൻ എൻ്റെ സ്നേഹിതനായിട്ട് അഭിനയിച്ച സിനിമയാണ്. ആ പരിചയത്തിന് എന്നെ അരുൺ ഇതിലേക്ക് വിളിക്കുന്നു. പിന്നെ ബിരിയാണിയുടെ ഡയറക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബിരിയാണി കണ്ട് എന്തെങ്കിലും ഒന്ന് പരിചയപ്പെടണം എന്ന് കരുതിയിരുന്ന സംവിധായകൻ സജൻ ബാബു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ വേറൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്നപ്പോഴാണ് ഒരു കെണി എനിക്ക് മനസ്സിലായത്. ഒരു പേജ് നിറച്ചുള്ള ഡയലോഗ് തന്നിട്ട് ഒറ്റ ഷോട്ടിൽ എടുക്കണമെന്നും പറഞ്ഞ് എന്നെ നിർത്തുകയായിരുന്നു. ശ്യാമ 100 ടേക്കെന്തോ പോയെന്ന് തോന്നുന്നല്ലേ? 100 ടേക്കെന്തോ പോയില്ല. അതെ. അപ്പൊ ഇതെന്ന് വെച്ചാലേ പഠിക്കണ്ടായോ? ഈ പ്രായത്തിൽ 17 വയസ്സുള്ള ഞാൻ ഇത് ബൈഹാർട്ടാക്കാൻ പറ്റ പാട് എനിക്കറിയാം. എന്തായാലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു മനസ്സ് വേറെ ആർക്കും അതില്ല എന്നുള്ളതാണ് ഞങ്ങൾ അതെപ്പോഴും പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ സന്തോഷകരമായ നിമിഷം. എന്തായാലും ഇന്നിവിടെ അന്തരീക്ഷത്തിൽ സിനിമ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ കഥയൊന്നും കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും സത്യം പറയട്ടെ, ഞാൻ ഈ സിനിമ കണ്ട് അമ്പരന്നിരിക്കുകയാണ് മൊത്തത്തിൽ. എന്തായാലും സജിൻ ബാബു എന്ന് പറയുന്ന ഈ സംവിധായകനെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും ഈ നല്ല സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞാലും ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അല്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് കുറേ പേര് പോയി, പക്ഷെ എല്ലാവരും എനിക്കും അപ്പോഴും പറയേണ്ട ഒരേ കാര്യം തന്നെയാണ്, ഒരു അപ്പോളജിയാണ് പറയാനുള്ളത്. കാരണം പടത്തിൽ കുറേ ക്ലിച്ചസ് വന്നായിരുന്നു. അത് ഇന്നലെ ലാസ്റ്റ് മിനിറ്റ് സംഭവിച്ച അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റേ മെസ്സേജ് അയക്കാനായിട്ടായിരിക്കും ഇവിടെ ഉള്ളവർ വിചാരിക്കുന്നതെന്നുള്ള ഒരു സംഭവമാണ്. അതായത് ഈ പടത്തിൽ ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ഒരു 20 ഇടത്ത് ഒരു ഫ്രെയിം അടി ഉണ്ടായിരുന്നു. അതെന്തായാലും എൻ്റെ എഡിറ്റും അല്ല, ശ്യാം അങ്ങനല്ല ഷൂട്ട് ചെയ്ത് ഞാൻ ചേർത്ത് വെച്ചത്. അത് ഈ പറയുന്ന പോലെ ഇന്നലെ നമ്മൾ ഇവിടത്തേക്ക് അടിച്ച ഒരു DCPയിൽ പറ്റിയൊരു ടെക്നിക്കൽ ഗ്ലിച്ചാ. അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞത്. അപ്പം ഇത്രയും ഈ ഒരു എക്സ്പീരിയൻസിന് ഇങ്ങനെ ഒരു സംഭവം എന്നിട്ട് നിങ്ങളെല്ലാവരും ഇരുന്നതിനും ഈ പറയുന്ന പ്രശ്നം ഇതുവരെ ആരും പറയാത്തതുകൊണ്ട് അതിനുമൊക്കെ ഒരു താങ്ക് യു. സജി നോക്കി പേടിപ്പിക്കുന്നുണ്ട്, എന്തിനാ പറഞ്ഞ് അറിയിച്ചെന്നാണ് ഇവിടെ നോക്കുന്നത്. പക്ഷേ അത് ഇനി ഇതില്ലാതെ നിങ്ങൾക്ക് തിയേറ്ററിലും പോയി കാണാം. അപ്പോൾ തിയേറ്ററിൽ കാണാം. അതെ, ഒന്നുകൂടെ എല്ലാവരും കൂടെ തിയേറ്ററിൽ പോയി കണ്ടു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിയേറ്റർ എന്ന് പറയുന്ന ഈ സിനിമയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബിരിയാണി എന്ന സിനിമയെക്കുറിച്ച് എനിക്കറിയുള്ളൂ, ഞാൻ ബിരിയാണിയെ കണ്ടിട്ടുള്ളൂ. അപ്പം ബിരിയാണിയുടെ ഡയറക്ടർ സജിൻ ബാബു ആണ്, അദ്ദേഹത്തിൻ്റെ സിനിമയാണ് എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, പെട്ടിയും കടക്കെടുത്ത് നേരെ തിരുവനന്തപുരത്തേക്ക് പോവുമായിരുന്നു. എനിക്കിതിൽ വളരെ ചെറിയൊരു സീക്വൻസ് ആണ്, എന്നാൽ തന്നെയും എനിക്ക് ഇത്തരം ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ ഒരു ആക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനുള്ള ഏറ്റവും വലിയ എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത്. അത് സൈൻ ചേട്ടൻ നന്നായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് പോരുമ്പോൾ നമ്മൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെയാണ് തിരിച്ചു വന്നതും. എന്തായാലും സ്ക്രീനിൽ ഈ സിനിമയിൽ എന്നെ കാണാൻ കഴിഞ്ഞപ്പോൾ, ചെറിയൊരു ഭാഗമാണെങ്കിൽ തന്നെ കാണാൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഒക്ടോബർ 16-ാം തീയതി സിനിമ റിലീസാവാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ബാക്കിയുള്ളവരെ ആളുകളെയൊക്കെ സജസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. മീനു പറഞ്ഞ പോലെ തന്നെ മൂവിയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ഞാനും ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ കാസ്റ്റിംഗ് മീ. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒക്ടോബർ 16-നാണ് ഇറങ്ങുന്നത്. താങ്ക് യു. വർക്ക് ചെയ്തതാണ് അബ്ബാസാണ് ബസൂക്കയുടെ മ്യൂസിക് ഡയറക്ടർ.
അപ്പോൾ സംസാരിക്കില്ല ഇതൊന്നും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ സജിൻ ബാബുവാണ് ഡയറക്ടർ. ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ അരുൺ ചേട്ടനാണ് എന്നെ വിളിച്ചത് ലാസ്റ്റ് ഇയർ. 1.5 വർഷത്തോളമായി ഈ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്. ഞാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വിളിച്ചത്. ഞാനും ഇന്നാണ് ആദ്യമായിട്ട് സിനിമ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ B32 മുതൽ 44 വരെ എന്ന സിനിമയാണ്. അത് ഒരു സ്ത്രീയാണ് ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇന്ന് ഒരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കഥാപാത്രം, ഇത്രയും ഒരു ട്രഡീഷൻസും കൾച്ചറും മിത്തും റിയാലിറ്റിയും എല്ലാം ചേർത്തിട്ട് നമുക്ക് ഭയങ്കര ഒരു ഓപ്പൺ ബുക്കായിട്ട് തന്ന ഒരു സിനിമ. ഞാൻ അതിനുശേഷം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കാസ്റ്റിംഗ് മീ ഇൻ ദിസ് മൂവി. താങ്ക് യു സോ മച്ച്.